ഈ കാണുന്നതാണ് തഞ്ചാവൂർ സ്ഥിതി ചെയ്യുന്ന ബൃഹദീശ്വര ക്ഷേത്രം. റോഡിലൂടെ നടന്നു നീങ്ങുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഈ കാണുന്നതാണ് ക്ഷേത്രത്തിന്റെ ആദ്യ കവാടം. ആദ്യ കവാടം കഴിഞ്ഞ് അകത്ത് കയറിയും ഇടതുവശത്തായിട്ട് ക്ഷേത്രത്തിന്റെ രൂപരേഖ കാണാൻ വേണ്ടി കഴിയും. വലതുവശത്തായിട്ട് ക്ലോക്ക് റൂം ഉണ്ട്. അവിടെ നമ്മുടെ ചെരുപ്പം ബാഗമെല്ലാം അഴിച്ചു ഞങ്ങൾ ഉള്ളിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ക്ഷേത്രത്തിന്റെ ചുവരുകളിലെല്ലാം കാണാൻ വേണ്ടി കഴിയുന്നത് പ്രാചീന തമിഴ് ഭാഷയാണ്. ക്ഷേത്രത്തിന് രണ്ട് കവാടമുള്ളത്. ആ രണ്ട് കവാടം കഴിഞ്ഞ് അകത്ത് കയറുമ്പോൾ കാണുന്ന കാഴ്ചയാണ് 217 അടി ഉയരമുള്ള ഗോപുരം. ക്ഷേത്രത്തിനോട് നോക്കിയിരിക്കുന്നത് നന്ദിയും കാണാൻ വിളിക്കും. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിനകത്തോട്ടാണ്. ക്ഷേത്രത്തിനകത്ത് സ്ഥിതി ചെയ്യുന്നത് 20 ടൺ ഭാരമുള്ള ശിവലിംഗമാണ്. ഈ ക്ഷേത്രം പണിയിച്ചിട്ടുള്ള AD 1010 അതായത് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ്. ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ഒന്നാമതായിട്ടുള്ള രാജരാജ ചോളനാണ്. ആദ്യമായിട്ട് ക്ഷേത്രം കാണുന്ന ഏതൊരു വ്യക്തിയും ആശ്ചര്യത്തോടെ നോക്കി നിന്നു പോകും. മുമ്പ് പറഞ്ഞ പോലെ തന്നെ 1000 വർഷങ്ങൾ മുമ്പുള്ള ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിന് മുകളിലുള്ള കുംഭഗോപുരത്തിന് 80 ടൺ വെയിറ്റാണ് വരുന്നത്, അതായത് 80,000 കിലോ. അതുപോലെ തന്നെ 25 ടൺ ഭാരമുള്ള ഒറ്റക്കരിമ്പാറകൾ കൊത്തിയെടുത്ത നന്ദിയും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിന്റെ നിഴൽ തറയിൽ പടില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം ഇവയുടെ നിർമ്മാണത്തിൽ കല്ലുകൾ ക്രമീകരിച്ചിട്ടുള്ള രീതി എന്നാണ് പറയപ്പെടുന്നത്. നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല ഇവിടെ ഇതുപോലത്തെ പ്രാവുകളെയും തത്തയും കാണാൻ കഴിയും. ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് ഞാനും ചിന്തിക്കുന്നത്. കാരണം 1000 വർഷങ്ങൾക്ക് മുമ്പ് പണി കഴിപ്പിച്ച ഈ ഒരു ഗോപുരം ഇന്ന് കാണുന്ന യാതൊരുവിധ ടെക്നോളജി ഇല്ലാതെ എങ്ങനെയായിരിക്കും ഇത് പണിതെന്ന്. അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് കുറച്ച് വിദേശികളായിട്ടുള്ള സഞ്ചാരികൾ എൻ്റെ മുന്നിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അവരൊറ്റയ്ക്കല്ല, അവരുടെ കൂടെ ഒരു ഗൈഡും ഉണ്ട്. അദ്ദേഹം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്നതാണ് ആദ്യകാലം ഉണ്ടായിരുന്ന നന്ദി. പണ്ട് കാലത്ത് ക്ഷേത്രത്തിലെ ഭരണം മാറി വരുന്നതനുസരിച്ച് നന്ദിയെ മാറ്റിപ്പണിയിപ്പിച്ചാണ്. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരാൾ ഞങ്ങൾ അടുത്തോട്ട് വന്ന് മാല വിൽക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലങ്ങളിൽ രാത്രി വളരെ ഭംഗിയായിരിക്കും, കാരണം കുറേ വാം ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്.